സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ അഷ്ടാവിംശതിതമോധ്യായഃ. ഈ അധ്യായത്തിൽ 28-ാം അധ്യായത്തിൽ നന്ദമോക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ദിവസം യമുനയിൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കാൻ ഇറങ്ങിയ നന്ദഗോപരെ വരുണഭൃത്യന്മാർ അപഹരിച്ചു കൊണ്ടുപോകുന്നു. വരുണ സമീപത്തേക്ക് എത്തിക്കുന്നു. കൃഷ്ണൻ ഇതറിഞ്ഞ് വരുണ ലോകത്തേക്ക് പോയി. വരുണൻ കൃഷ്ണനെ ആദരിച്ച് നന്ദഗോപരെ തിരിച്ചു കൊടുത്തു. പിന്നീട് ഈ അധ്യായത്തിൽ വേറൊരു ഭാഗവും കൂടെ ഉണ്ട്. നന്ദാദി ഗോപന്മാർക്ക് കൃഷ്ണൻ വൈകുണ്ഠം കാണിച്ചു കൊടുക്കുന്നതുമാണ് ഈ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകൗവാച ഏകാദശ്യാം നിരാഹാര സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലമാവിശത്. ഏകാദശ്യാം നിരാഹാരഃ സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദഃ തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലം ആവിശത്. നന്ദഃ തു നന്ദനാവട്ടെ ഏകാദശി വ്രതം നോറ്റിട്ട് നിരാഹാരഃ ആഹാരം കഴിക്കാതെ ജനാർദ്ദനം ശ്രീ മഹാവിഷ്ണുവിനെ സമഭ്യർച്ച്യ നന്നായി പൂജിച്ചു. ഏകാദശിയിൽ വ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ പൂജിച്ചു. എന്നിട്ട് ദ്വാദശിയിൽ കാളിന്തിയിൽ സ്നാതും കുളിക്കാനായിക്കൊണ്ട് ജലത്തെ ആവിവിശത് പ്രവേശിച്ചു. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ദ്വാദശിയിൽ പാരണ വീട്ടാൻ വേണ്ടി ഏകാദശിയിൽ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പൂജിച്ചിട്ട് ദ്വാദശിയിലാണ് പാരണ വീട്ടുന്നത്. അപ്പോൾ ആ ദ്വാദശിയിൽ അവസാനിക്കുന്നതിന് മുമ്പ് പാരണ വീട്ടാനുള്ള ആഗ്രഹ നിമിത്തം അരുണോദയത്തിന് മുമ്പ് സൂര്യോദയത്തിന് മുമ്പ് തന്നെ സ്നാനം ചെയ്യാൻ കാളിന്തിയിൽ പ്രവേശിച്ചു. സാധാരണ മനുഷ്യർക്ക് സൂര്യോദയത്തിന് മുമ്പ് നദിയിൽ പ്രവേശിച്ചുകൂടാ. കാരണം അത് അസുരന്മാർക്ക് സഞ്ചരിക്കാനുള്ള സമയമാണ്. ആ സമയത്താണ് നന്ദഗോപർ കാളിന്തിയിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഏകാദശ്യാം നിരാഹാര സമഭ്യർച്ച്യ ജനാർദ്ദനം സ്നാതും നന്ദസ്തു കാളിന്ദ്യാം ദ്വാദശ്യാം ജലമാവിശത്. ശ്ലോകം 2. തം ഗൃഹീത്വാ ആനയത് ഭൃത്യോ വരുണസ്യാസുരോന്തികം അവിജ്ഞായ ആസുരീം വേലാം പ്രവിഷ്ടും ഉദകം നിശി. തം ഗൃഹീത്വാ ആനയത് ഭൃത്യഃ വരുണസ്യ അസുരഃ അന്തികം അവിജ്ഞായ ആസുരീം വേലാം പ്രവിഷ്ടം ഉദകം നിശി. ആസുരീം വേല ആസുരിയായിരിക്കുന്ന വേലയിൽ, അതായത് അസുരന്മാർക്ക് സഞ്ചരിക്കാൻ ഉചിതമായ സമയമാണെന്ന് നന്ദഗോപർക്കറിയാം. എന്നിട്ടും നന്ദഗോപർ എന്ത് ചെയ്തു? താൻ വിഷ്ണുഭക്തനാണ്, ദ്വാദശി വ്രതഭംഗം വരാതിരിക്കാനാണ് ആ സമയത്ത് കുളിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന വിശ്വാസത്തോടുകൂടിയാണ് നിശി രാത്രിയിൽ ഉദകത്തെ പ്രവേശിച്ചത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നന്ദഗോപർ കാളിന്തിയിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിച്ച അവനെ അസുരഹ പ്രത്യക, അസുരനായിരിക്കുന്ന ഭൃത്യൻ,
വരുണൻ്റെ ഭൃത്യൻ, അസുരനായിരിക്കുന്ന ഭൃത്യൻ അഭിജ്ഞായ അറിയാതെ കണ്ട് ഗൃഹീത്വ എടുത്തുകൊണ്ട്, കൃഷ്ണൻ്റെ അച്ഛനാണെന്ന് അറിയാതെ, അസുരന്മാർക്ക് സഞ്ചരിക്കേണ്ട സമയമാണല്ലോ, അപ്പോൾ ഒരു അസുരൻ എന്ത് ചെയ്തു? നന്ദഗോപരെ എടുത്തുകൊണ്ട് വരുണൻ്റെ അന്തികം സമീപത്ത് അനയത്ത് പ്രാപിച്ചു. അപ്പോൾ അരുണോദയത്തിന് മുമ്പ് യമുനയിൽ കുളിക്കാനിറങ്ങിയ നന്ദഗോപരെ എടുത്തുകൊണ്ട് വരുണഭൃത്യൻ വരുണാലയത്തിൽ പ്രവേശിച്ചു. തം ഗൃഹീത്വാനയത് ഭൃത്യോ വരുണസ്യാസുരാന്തികം അവിജ്ഞായ ആസുരീം വേലാം പ്രവിഷ്ടം ഉദകം നിശി. ശ്ലോകം 3. ചുക്രുശുസ്തമപശ്യന്ത കൃഷ്ണരാമേതി ഗോപകാഹ ഭഗവാൻ സ്തതുപാശ്രുത്യ പിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാം അഭയദോ വിഭുഃ. ചക്രുഷുഃ തം അപശ്യന്തഃ കൃഷ്ണഃ രാമ ഇതി ഗോപാഃ ഭഗവാൻ തത് ഉപാശ്രുത്യ പിതരം വരുണാഹൃതം തത് അന്തികം ഗതഃ രാജൻ സ്വാനാം അഭയദോ വിഭുഃ. ചക്രുഷു തം അപശ്യന്തഃ, തം അവനെ അപശ്യന്തഃ നന്ദഗോപരെ കാണാത്തവരായ ഗോപാഹ ഗോപന്മാർ കൃഷ്ണ രാമ അല്ലയോ കൃഷ്ണ രാമ ഇതി ഇപ്രകാരം ചുക്രുഷു നിലവിളിച്ചു. വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയ നന്ദഗോപരെ കാണുന്നില്ല. സൂര്യൻ ഉദിച്ചിട്ടും നന്ദഗോപർ മടങ്ങി വരാത്തത് കണ്ട് ഗോപന്മാർ എന്ത് ചെയ്തു? തങ്ങളുടെ വ്രജത്തിൻ്റെ നായകനാണ്, നാഥനാണ്. അപ്പോൾ കൃഷ്ണ രാമ എന്ന് ഉറക്കെ വിളിച്ചിട്ട് ഭഗവാൻ വിളിച്ചു. ഭഗവാൻ എല്ലാം അറിഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണൻ അതിനെ ഉപശ്രുത കേട്ടിട്ട് പിതരം പിതാവിനെ വരുണാഹൃതം വരുണനാൽ അപഹരിക്കപ്പെട്ടവനായി മനസ്സിലാക്കി. അപ്പോൾ രാമകൃഷ്ണ ഇതാ അച്ഛനെ കാണാനില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഭഗവാന് മനസ്സിലായി ആരാണ് കൊണ്ടുപോയതെന്ന്. അപ്പോൾ എന്ത് ചെയ്തു? വരുണാഹൃതം വരുണഭൃത്യനാൽ അപഹരിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഹേ രാജൻ അല്ലയോ രാജാവേ, ഇത് ശുഖമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് അവിടെ രാജാവേ എന്ന് വിളിച്ചിരിക്കുന്നത്. സ്വാനാം ഭക്തന്മാർക്ക് അഭയത്തെ കൊടുക്കുന്നവനും വിഭുഹു സർവസമർത്ഥനുമായ കൃഷ്ണൻ തദന്തികം അവൻ്റെ സമീപത്തെ വരുണൻ്റെ സമീപത്തെ ഗതഹ പ്രാപിച്ചു. തൻ്റെ അച്ഛനെ വരുണനാണ് പിടിച്ചുകൊണ്ടുപോയെന്നറിഞ്ഞ് വരുണഭൃത്യനാണ് പിടിച്ചുകൊണ്ടുപോയെന്നറിഞ്ഞ് വരുണൻ്റെ ആലയത്തിൽ ഭഗവാൻ പ്രവേശിച്ചു. ചുക്രുശുസ്തമപശ്യന്ത കൃഷ്ണരാമേതി ഗോപകാഹ ഭഗവാൻ തത് ഉപാശ്രുത്യ പിതരം വരുണാഹൃതം തദന്തികം ഗതോ രാജൻ സ്വാനാമഭയദോ വിഭുഃ. ശ്ലോകം 4. പ്രാപ്തം വീക്ഷ്യ ഹൃഷീകേശം ലോകപാലസപര്യയാ മഹത്യാ പൂജയിത്യാഹ തദ്ദർശന മഹോത്സവഃ. പ്രാപ്തം വീക്ഷ്യ ഹൃഷീകേശം ലോകപാലക സപര്യയാ മഹത്യാ പൂജയിത്വാ ആഹ തദ്ദർശന മഹോത്സവഃ. പ്രാപ്തം സമീപത്ത് വന്നിരിക്കുന്ന ഹൃഷീകേശം കൃഷ്ണനെ വീക്ഷ്യ കണ്ടിട്ട് ലോകപാലക ലോകരക്ഷകനായ വരുണൻ തദ്ദർശന മഹോത്സവഃ അവൻ്റെ ദർശനമാകുന്ന മഹോത്സവത്തോടു കൂടിയവനായി മഹത്യാ സപര്യ വിശേഷിക്കപ്പെട്ട പൂജയാൽ പൂജയിച്ചിട്ട് ആഹാ. അപ്പോൾ കൃഷ്ണൻ തൻ്റെ സമീപത്ത് വന്നിരിക്കുന്നതായി അറിഞ്ഞ വരുണൻ ഉടനെ എന്ത് ചെയ്തു? കൃഷ്ണനെ പൂജിച്ചു. വിശേഷപ്പെട്ട പൂജാ സാധനം കൊണ്ട് ഭഗവാനെ പൂജിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു. പ്രാപ്തം വീക്ഷൈ ഹൃഷീകേശം ലോകപാലസപര്യയാ മഹത്യാ പൂജയിത്യാഹ തദ്ദർശന മഹോത്സവഃ. ശ്ലോകം 5. അദ്യ മേ നിഭൃതോ ദേഹോ അദ്യ വാർത്തോ അധിഗത പ്രഭോ അഷ്ണോർവാജശ്ച സാഫല്യം തവ മേ ദർശനാദ് വിഭോ ത്വത്പാദാംഭോജ ഭഗവൻ അപാവൂ പാരം അധ്വനഃ. പദച്ഛേദം. അദ്യ മേ നിഭൃതഃ ദേഹഃ അദ്യ ഏവ അർത്ഥോ അധിഗതഃ പ്രഭോ അഷ്ണോഃ വാജഃ ച സാഫല്യം തവ മേ ദർശനാദ് വിഭോ
പാദഭാജ ഭഗവൻ അവാപു പാരം അധ്വനഃ. പ്രഭോ അല്ലയോ സ്വാമിൻ, അദ്യ ഇപ്പോൾ മേ എന്നാൽ ദേഹം നിഭൃതഃ ധരിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ പറയാണ്, വരുണൻ പറയാണ്, അല്ലയോ സ്വാമിൻ, എൻ്റെ ദേഹധാരണം കൊണ്ടുള്ള ഫലം ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി സിദ്ധിച്ചു. ഓരോരുത്തരും ദേഹം സ്വീകരിക്കുന്ന എന്തിനാണ്? കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ നശ്വരമായ ദേഹം ധരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ജന്മസാഫല്യമായ അങ്ങയെ കാണുക എന്ന ഉത്കൃഷ്ട പദത്തെ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എനിക്കത് സാധിച്ചു, അങ്ങയെ കാണാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ എൻ്റെ ദേഹം കിട്ടിയതുകൊണ്ട് എനിക്കതിൻ്റെ ഫലം കിട്ടി. വരുണൻ പറയാണ്, അദ്യ മേ എന്നാൽ ദേഹം നിഭൃതവ ധരിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഫലം എനിക്ക് കിട്ടി. അദ്യയേവ ഇപ്പോൾ തന്നെ അർത്ഥം അധികത പ്രാപിക്കപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ പരമധനത്തെ പ്രാപിച്ചത്. എന്തുകൊണ്ടെന്നാൽ സർവരത്നാകരപതിയായിരിക്കുന്നതിനാലും ഞാൻ ഇതിനു മുമ്പ് ഈ വിധം അർത്ഥം പ്രാപിച്ചിട്ടില്ല. എന്നാൽ പ്രാപിക്കപ്പെട്ട സർവവിധ അർത്ഥവും നശിക്കുന്നതായിരുന്നു. അതായത് ഞാൻ സമ്പാദിച്ച ധനമെല്ലാം, വരുണൻ സമുദ്രത്തിലാണല്ലോ, ഇതെല്ലാം നശിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയ ധനമോ ഭഗവാനെയാണ് കാണാൻ സാധിച്ചത്. അത് പരമാർത്ഥമായിട്ടുള്ള ധനമാണ്. ഭഗവാനെ കാണുക എന്നുള്ളത് അത് നശിക്കാത്തതാണ്. ഭഗവാനെ കണ്ടുകിട്ടി, എനിക്കിന്ന് ഭഗവാനെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ അർത്ഥവാനായി, ധനപതിയായി. നേരത്തെ ധനപതിയാണ്, പക്ഷെ അത് നശിക്കുന്ന ധനമാണ്. അർത്ഥോ അധികത അഷ്ണോർഹോ വാചാസ്ത സാഫല്യം. പിന്നെ കണ്ണുകൾക്കാണെങ്കിലോ കണ്ണുകൾക്ക് സാഫല്യം കിട്ടി. എന്താണ്? അങ്ങയുടെ ദർശനം. അപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് സാഫല്യം കിട്ടി. ഇനി വാക്കിനും സാഫല്യം, അങ്ങയോട് സംസാരിക്കാൻ സാധിച്ചല്ലോ, അപ്പോൾ എൻ്റെ വാക്കുകൾക്കും സാഫല്യം കിട്ടി. അതാണ് അഷ്ണോർ വാചസ്ഥ സാഫല്യം. തവമേ ദർശനാത് വിഭോ, അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾക്കും അതുപോലെ തന്നെ കണ്ണുകൾക്കും സാഫല്യം കിട്ടി. ഞാൻ കണ്ടതുകൊണ്ട് ധനവാനായി. എൻ്റെ ദേഹത്തിന് ആ ജന്മസാഫല്യവും കിട്ടി. ത്വത്പാദ ഭാജക ഭഗവാൻ, അല്ലയോ ഭഗവാനെ, ത്വത് പാദഭാജക, അങ്ങയുടെ പാദത്തെ ഭജിക്കുന്നവൻ അധ്വനഹ പാരം മോക്ഷത്തെ അവാപു പ്രാപിക്കും. അപ്പം അങ്ങയുടെ പാദാംബോജത്തെ ഭജിക്കുന്നവർ മോക്ഷത്തെ പ്രാപിക്കും, സായുജ്യത്തെ പ്രാപിക്കും. അപ്പം അങ്ങയുടെ പാദത്തെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാർ, കൃഷ്ണപാദാംബുജം എന്തിനാണ്? ആ മോക്ഷത്തെ നൽകുന്നതാണ്, ആനന്ദത്തെ നൽകുന്നതാണ്. ആനന്ദദായകം കൃഷ്ണപാദാംബുജം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ആനന്ദദായകമാണ്. മോക്ഷദായകം, അതും കൃഷ്ണപാദാംബുജം മോക്ഷദായകവുമാണ്. പിന്നെ പാപത്തെ ഇല്ലാതാക്കുന്നതുമാണ്. അപ്പം അങ്ങനെ ജനന മരണ പ്രവാഹമായ സംസാരത്തിൻ്റെ മറുകര പ്രാപിക്കുന്നവരായിട്ട് അങ്ങയോട് സായുജ്യം പ്രാപിക്കുന്നു, അങ്ങയുടെ പാദാംബോജത്തെ ഭജിക്കുന്നവർ. അതിനാൽ സംസാരിയാണെങ്കിലും അങ്ങയുടെ പാതാരവിന്ദത്തെ കാണാനും ഭജിക്കാനും ഇടവന്നതുകൊണ്ട് ഞാൻ മുക്തനായിരിക്കുന്നു എന്ന് വരുണൻ പറയുകയാണ്. അദ്യമേ നിവൃതോ ദേഹോ അദ്യൈവാർത്ഥോ അധിഗത പ്രഭോ അഷ്ണോർവാജശ്ച സാഫല്യം തവമേ ദർശനാത് വിഭോ ത്വത്പാദഭാജോ ഭഗവൻ അപാപുപാരമധ്വനഃ. ശ്ലോകം 6. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശ്രൂയതേ മായ ലോകാ സൃഷ്ടിവികൽപ്പന. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശ്രൂയതേ മായ ലോകാ സൃഷ്ടി വികൽപ്പന. ലോക സൃഷ്ടി വികൽപ്പന, ലോകത്തിൻ്റെ സൃഷ്ടിയെ നാനാവിധം കൽപ്പിക്കുന്ന മായ പ്രകൃതി എത്ര യാതൊരുവനിൽ ന ശ്രൂയതേ ശ്രവിക്കപ്പെടുന്നില്ലയോ.
അതായത് പരമാത്മാവും പരബ്രഹ്മസ്വരൂപിയുമായിരിക്കുന്ന അങ്ങയ്ക്ക് മായ ബാധിക്കുന്നില്ല. കാരണം അങ്ങ് മായാതീതനാണ്. അങ്ങനെയിരിക്കുന്ന ഭഗവതെ ഭഗവാനായും ബ്രഹ്മമായും പരമാത്മനെ പരമാത്മസ്വരൂപനുമായിരിക്കുന്ന തുഭ്യം അങ്ങേക്കായുകൊണ്ട് നമസ്തുഭ്യം. അതാണ് നമസ്തുഭ്യം. അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ദേവൻ, മനുഷ്യൻ, മൃഗം, പക്ഷി എന്നീ ബഹുവിധ ശരീരങ്ങളെ പ്രദർശിപ്പിക്കുന്ന മായ അങ്ങയെ ബാധിക്കാത്തതിനാൽ മായാതീതനും ലീലാവിഗ്രഹധാരിയുമായ പരബ്രഹ്മസ്വരൂപയുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നമസ്തുഭ്യം ഭഗവതേ ബ്രഹ്മണേ പരമാത്മനെ നയത്ര ശ്രൂയതേ മായ ലോകാ സൃഷ്ടിവികൽപ്പനാം. ശ്ലോകം 7. അജാനതാ ത്വത്പിതരം മൂഢേന ആകാര്യ വേദിനാം ആനീതോ അയം തവ പിതാ തത് പ്രഭോക്ഷന്തും അർഹസി. അജാനത ത്വത്പിതരം മൂഢേന അകാര്യ വേദിന ആനീതഃ അയം തവ പിതാ തത്പ്രഭോ ക്ഷന്തും അർഹസി. പ്രഭോ, അല്ലയോ പ്രഭുവായിരിക്കുന്നവനെ, നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും ശക്തിയുള്ളവനെ, അകാര്യവേദിന കാര്യമറിയാത്തവനായും മൂഢനായും ഞാൻ അങ്ങയുടെ പ്രഭാവത്തെ മനസ്സിലാക്കാതെ അങ്ങയുടെ പിതാവാണെന്ന് അറിഞ്ഞില്ല. അങ്ങയുടെ മായയിൽ മോഹിതനുമായ ഞാൻ ത്വത്പിതരം അങ്ങയുടെ പിതാവിനെ അജാനത അറിയാത്തവനുമായിരിക്കുന്ന എൻ്റെ ഭൃത്യനാൽ, എൻ്റെ ഭൃത്യന്മാർ അറിഞ്ഞില്ല അങ്ങയുടെ പിതാവാണിതെന്ന്. അയം തവ പിത അങ്ങയുടെ പിതാവ് ആനീത ഇവിടെ പ്രവേശിക്കപ്പെട്ടു, ആനയിക്കപ്പെട്ടു. അതിനെ ക്ഷമിക്കാനായിക്കൊണ്ട് അർഹസി അങ്ങ് യോഗ്യനായി ഭവിക്കുന്നു. അപ്പോൾ എൻ്റെ ഭൃത്യൻ ചെയ്ത അപരാധം അങ്ങ് ക്ഷമിക്കണം. എൻ്റെ ഭൃത്യൻ ചെയ്ത അപരാധം ഞാൻ ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണം. അജാനതാ ത്വത്പിതരം മൂഢേനാകാര്യവേദിന ആനീതോയം തവ പിതാ തത് പ്രഭോക്ഷന്തുമർഹസി. ശ്ലോകം 8. മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തും അർഹസ്യ ശേഷദൃക് ഗോവിന്ദ നിയതാമേഷ പിതാ തേ പിതൃവത്സല പിതൈഷതേ മായാനീതോ എന്ന ത്വത്പാദദർശനം പ്രജാവയം അനുഗ്രാഹ്യ സാ അപരാധ അഭിപ്രഭോ. മമ അഭി അനുഗ്രഹം കൃഷ്ണ കർത്തൃം അർഹസ്യ അശേഷ ദൃക് ഗോവിന്ദ നിയതാം ഏഷഃ പിതാ തേ പിതൃവത്സല പിതാ ഏഷാ തേ മയാ ആനീതഃ എന്ന ത്വത്പാദദർശനം പ്രജാവയം അനുഗ്രാഹ്യാഃ സാ അപരാധ അഭിപ്രഭോ. ഹേ പിതൃവത്സല, അല്ലയോ പിതാവിൽ വാത്സല്യത്തോടു കൂടിയവനെ, അശേഷദൃക് എല്ലാം അറിയുന്നവനെ, കൃഷ്ണ ആനന്ദസ്വരൂപ, ഗോവിന്ദ ഗോകുലനാഥ, തേ അങ്ങയുടെ ഏഷക പിത ഈ പിതാവ് നിയതാം കൊണ്ടുപോകപ്പെട്ടാലും, അങ്ങയുടെ പിതാവിനെ അങ്ങ് കൊണ്ടുപോയാലും, മമ അപി എനിക്കും അനുഗ്രഹം കർത്തും അനുഗ്രഹത്തെ ചെയ്യാനായിക്കൊണ്ട് അർഹസി അങ്ങ് യോഗ്യനാണ്. എന്നെ അനുഗ്രഹിച്ചിട്ട് അങ്ങയുടെ പിതാവിനെ കൊണ്ടുപോയാലും ഇത് എന്നത് യാതൊന്നു തത് അത് ത്വത്പാദദർശനം അങ്ങയുടെ പാദദർശനത്തിനായി ഭവിക്കുന്നു. അങ്ങയുടെ പിതാവിനെ ഇവിടെ കൊണ്ടുവരപ്പെട്ടത് മൂലം അങ്ങയുടെ പാദദർശനത്തിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. സാ അപരാധാഭി അപരാധത്തോട് കൂടിയവരായി ഇരിക്കുന്നുവെങ്കിലും പ്രജാഹാവയം പ്രജകളായിരിക്കുന്ന ഞങ്ങൾ, ഹേ പ്രഭു, അല്ലയോ സർവസമർത്ഥ, അനുഗ്രഹാഹ്യ അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യന്മാരായി ഭവിക്കുന്നു. അപ്പോൾ അല്ലയോ കൃഷ്ണ, ഞാൻ ചെയ്തത് അപരാധമാണ്. കുറ്റത്തിന് പ്രതിഫലമായി വല്ല ശ്രേഷ്ഠ സാധനങ്ങളും കാഴ്ചവെച്ച് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങയ്ക്ക് ഇതിൽ ലേശവും അഭിരുചി ഉണ്ടാകാൻ തരമില്ല. അപ്പോൾ കാമധേനുവിൻ്റെ സന്താനങ്ങളായ പശു സമൂഹങ്ങളുടെ നാഥനാണ് അങ്ങ്, ഗോവിന്ദനാണ്. കുറ്റം ചെയ്താലും അങ്ങ് മാപ്പ് തരും.
അതാണ് പ്രഭോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ യോഗികൾക്ക് പോലും കാണാൻ കഴിയാത്ത അങ്ങയുടെ ആ ദിവ്യപാദം കാണാനും വന്ദിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടി. അതിനാൽ അപരാധമുള്ളവരാണെങ്കിലും അങ്ങയുടെ സന്താനതുല്യരായ പ്രജകളിൽ കോപിക്കാതെ അങ്ങ് അനുഗ്രഹിക്കണമേ, കരുണ കാട്ടണമേ. മമാപ്യനുഗ്രഹം കൃഷ്ണ കർത്തൃമർഹസ്യ ശേഷദൃക് ഗോവിന്ദ നിയതാമേഷ പിതാത്തേ പിതൃവത്സല പിതൈഷാതേ മായ മയാനീതോ എന്നസ്ത്വത്പാദദർശനം പ്രജാവയം അനുഗ്രാഹ്യ സാപരാധാഭിപ്രഭോ. ശ്ലോകം 9. ശ്രീശുവാച ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാനഖിലേശ്വരഃ ആദായാഗാത് സ്വപിതരം ബന്ധൂനാം ചാവഹന്മുദം. ഏവം ഇപ്രകാരം പ്രസാദിതഃ കൃഷ്ണഃ സന്തോഷിക്കപ്പെട്ട ഭഗവാൻ അഖിലേശ്വരഃ അഖിലേശ്വരൻ ദേവന്മാർക്കും ദേവനായ ഭഗവാൻ കൃഷ്ണൻ സ്വപിതരം തൻ്റെ അച്ഛനെ ആദായ സ്വീകരിച്ചുകൊണ്ട് ബന്ധൂന ബന്ധുക്കൾക്ക് മുതാ സന്തോഷത്തെ ആവഹൻ ജനിപ്പിച്ചുകൊണ്ട് തിരിച്ചു ഗോകുലത്തിലേക്ക് തിരിച്ചു. അങ്ങനെ കൃഷ്ണൻ അച്ഛനെ സ്വീകരിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് അച്ഛനെയും കൊണ്ട് ഗോകുലത്തിൽ എത്തിച്ചേർന്നു. ശ്രീശുഗോവാച ഏവം പ്രസാദിത കൃഷ്ണോ ഭഗവാനഖിലേശ്വരഃ ആദായാഗാത് സ്വപിതരം ബന്ധൂനാം ചാവഹത്മുദം. ശ്ലോകം 10. നന്ദസ്തു അതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാലമഹോദയം കൃഷ്ണേ ച സന്നദ്ധിം തേഷാം ജാതിഭ്യോ വിസ്മിതോ അബ്രവീത്. നന്ദഃ തു അതീന്ദ്രിയം ദൃഷ്ട്വാ ഗോപാല മഹോദയം കൃഷ്ണേ ച സന്നദ്ധിം തേഷാം ജാതിഭ്യഃ വിസ്മിതഃ അബ്രവീത്. നന്ദഃ തു നന്ദനാവട്ടെ അതീന്ദ്രിയം മുമ്പ് കാണാത്തതായ ലോകപാല മഹോദയം ലോകപാലനായിരിക്കുന്ന വരുണൻ്റെ ഐശ്വര്യാതിശയത്തെയും, പണ്ട് വരുണൻ്റെ ആലയമൊന്നും നന്ദഗോപർ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ വരുണൻ്റെ ആ കൊട്ടാരത്തിലുള്ള ഐശ്വര്യത്തേക്ക് കണ്ട് തേഷാം അവരുടെ കൃഷ്ണനിലുള്ള സന്നദ്ധിംച ആ ഭൃത്യഭാവത്തെയും വരുണൻ കൃഷ്ണനോട് കാണിച്ച ആദരവ് ഭൃത്യഭാവത്തെയും ദൃഷ്ട്വ കണ്ടിട്ട് വിസ്മിത ആശ്ചര്യത്തോടു കൂടിയവനായി. അപ്പം തൻ്റെ മകൻ ഈ കൊച്ചു കൃഷ്ണനെ വരുണൻ ആദരിക്കുന്നത് കണ്ടപ്പോൾ അതിശയം തോന്നി. അപ്പം ലോകപാലനായ വരുണൻ പോലും തൻ്റെ മകനെ ആദരിക്കുന്നു. ജ്ഞാതിഭ്യ തൻ്റെ കൂട്ടുകാരോട് അബ്രവീത്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നന്ദഗോപർ മറ്റു ഗോപന്മാരോട് പറഞ്ഞു. നന്ദസ്ത്വതീന്ദ്രിയം ദൃഷ്ട്വാ ലോകപാലമഹോദയം കൃഷ്ണേ ച സന്നദ്ധിം തേഷാം ജാതിഭ്യോ വിസ്മിതോ അബ്രവീത്. ശ്ലോകം 11. തേ തോ ഔത്സുക്യധിയോ രാജൻ മത്വാ ഗോപാതമീശ്വരം അഭിനാസ്വഗതിം സൂക്ഷ്മാം ഉപാധാസ്യത് അധീശ്വരഃ. തേ തു ഔത്സുക്യധിയഃ രാജൻ മത്വാ ഗോപാഃ തം ഈശ്വരം അപി നഃ സ്വഗതിം സൂക്ഷ്മാം ഉപാധാസ്യത് അധീശ്വരഃ. ഹേ രാജൻ, അല്ലയോ രാജാവേ, ശ്രീശുകൻ പറയാൻ, അല്ലയോ പരീക്ഷത്തെ, തേ ഗോപാഃ തു ആ ഗോപന്മാരാകട്ടെ തം അവനെ കൃഷ്ണനെ ഈശ്വരനാണെന്ന് മത്വ വിചാരിച്ചിട്ട് ഔത്സുക്യധിയഃ അവൻ്റെ വൈഭവത്തെ ഇനിയും കാണണമെന്ന ഉത്സാഹത്തോട് കൂടിയവരായി ഭവിച്ചു. ഇപ്പം കൃഷ്ണനോട് അവർ കാണിച്ച ആദരവ്, കൃഷ്ണനെ ഈശ്വരനാണെന്ന് തന്നെ വിചാരിച്ചാണ് അവർ പൂജിച്ചത്. അധീശ്വരഃ അപി സർവേശ്വരനാണെങ്കിലും ഭഗവാൻ നഹ നമ്മൾക്ക് സൂക്ഷ്മാം അതിസൂക്ഷ്മമായിരിക്കുന്ന സ്വഗതിയും തൻ്റെ വിഭൂതിയെ ഉപാധാസ്യ കാട്ടിത്തരും എന്ന മനോരഥത്തോടു കൂടിയവരായി
ഭവിച്ചു. അപ്പം നന്ദഗോപർ പറയുകയാണ്, തങ്ങളുടെ ഇടയിൽ കളിക്കുന്ന ആ ഭഗവാനെ സാക്ഷാത് ഈശ്വരനായി വിചാരിച്ച് മുമ്പ് കാണാത്തതായ അദ്ദേഹത്തിൻ്റെ ആ അപാരമാഹാത്മ്യം കാണാൻ ആഗ്രഹത്തോടു കൂടിയവരായി ഭവിച്ചു. അപ്പോൾ ഗോപന്മാർ, ഇപ്പോൾ ഈ കൃഷ്ണൻ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ്റെ മാഹാത്മ്യത്തെ സർവേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അതിസൂക്ഷ്മമായ അനന്തവിഭൂതികൾ ഓരോന്നായി പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആ വിഭൂതിയെ കാട്ടിത്തരും, നമുക്കും ജന്മസാഫല്യം തരും എന്ന ആശയോടുകൂടി അവർ സംസാരിക്കുകയാണ്. തേ തൗ ഔത്സുഖ്യതയോ രാജൻ മത്വാ ഗോപാസ്തം ഈശ്വരം അഭിനസ്വഗതിം സൂക്ഷ്മാം ഉപധാസ്യൻ അധീശ്വരഃ. ശ്ലോകം 12. ഇതി സ്വാനാം സ ഭഗവാൻ വിജ്ഞായാഖിലദൃക് സ്വയം സങ്കല്പസിദ്ധയേ തേഷാം കൃപയാ ഏതത് അചിന്തയത്. ഇതി സ്വാനാം സഹ ഭഗവാൻ വിജ്ഞായ അഖിലദൃക് സ്വയം സങ്കല്പസിദ്ധയേ തേഷാം കൃപയാ ഏതത് അചിന്തയത്. ഇത് ഇപ്രകാരം സ്വാനാം തൻ്റെ ഭക്തന്മാരായ ഗോപന്മാരുടെ അഭിപ്രായത്തെ അഖിലദൃക് സഹ ഭഗവാൻ സർവജ്ഞനായ ഭഗവാൻ സ്വയം താനേ തന്നെ വിജ്ഞായ അറിഞ്ഞു. അപ്പോൾ ഈ ഗോപന്മാർ തമ്മിൽ, നന്ദഗോപരും ഗോപന്മാരും തമ്മിൽ പറയുന്നത് ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ സർവജ്ഞനാണല്ലോ, എല്ലാം അറിയുന്നവനാണല്ലോ. അപ്പോൾ ഗോപന്മാർ പറഞ്ഞു, ഭഗവാന്റെ വിഭൂതിയെ നമുക്ക് കാട്ടിത്തരും, ഭഗവാന്റെ വിഭൂതി ഇനിയും കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ഭഗവാൻ എന്തായാലും കാട്ടിത്തരും. അപ്പോൾ ഇത് ഭഗവാൻ അറിഞ്ഞിട്ട്, വിജ്ഞായ അറിഞ്ഞിട്ട് തേഷാം അവരുടെ സങ്കല്പസിദ്ധയെ, മനോരഥ സാധ്യത്തിനായിക്കൊണ്ട്, അവരുടെ ആഗ്രഹം സാധിക്കാനായിക്കൊണ്ട്, കൃപയാ ഹേതുവായിട്ട് ഏതത് ഇങ്ങനെ അചിന്തയ ഭഗവാൻ ചിന്തിച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ ആ വൈകുണ്ഠം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതി സ്വാനാസ ഭഗവാൻ വിജ്ഞായാഖില ദൃക്സ്വയം സങ്കല്പസിദ്ധയേ തേഷാം കൃപയേതത് അചിന്തയത്. ശ്ലോകം 13. ജനോയം ലോകയേതസ്മിൻ അവിദ്യാകാമകർമ്മഭിഃ ഉച്ചാവചാസു ഗതിഷു ന വേദസ്വാം ഗതിം ഭ്രമൻ. ജനഃ അയം ലോകഃ ഏതസ്മിൻ അവിദ്യാകാമകർമ്മഭിഃ അവചാസു ഗതിഷു ന വേദ സ്വാം ഗതിം ഭ്രമൻ. അയം ജനഃ ഈ ജനം ഏതസ്മിൻ ലോക ഈ ലോകത്തിൽ അവിദ്യാകാമകർമ്മഭി അറിവില്ലായ്മ നിമിത്തം കാമത്തെ സാധിക്കാൻ കർമ്മങ്ങൾ ചെയ്ത ഹേതുവാൽ അവചാസു ഉയർന്നും താണുമിരിക്കുന്ന ഗതിഷു ഗതികളിൽ ഭ്രമിച്ചുകൊണ്ട് സ്വാം ഗതി തൻ്റെ ഗതിയെ ന വേദ അറിയുന്നില്ല. ഇപ്പൊ ഭഗവാൻ വിചാരിക്കുകയാണ്, എല്ലാ ജനങ്ങളും അജ്ഞാന നിമിത്തം ബഹുവിധ പുണ്യ പാപകർമ്മങ്ങൾ അനുഭവിക്കാൻ ഉപകരിക്കുന്ന ഉത്കൃഷ്ട നികൃഷ്ട യോനികൾ ജനിക്കുകയും ഇവർ മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും അങ്ങനെ ഉത്കൃഷ്ട നികൃഷ്ട യോനികളിൽ ജനിക്കുകയും അതത് ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കാലം കഴിക്കുകയും ചെയ്തവരാണ്. അവരവരുടെ പരമാർത്ഥ സ്വരൂപം അറിയാതെ അവർ ഭ്രമിക്കുന്നു. അവർ തങ്ങൾ ആരാണെന്ന് അറിയുന്നില്ല ഇവരാരും. ഇതിനനുസരിച്ച് ഈ ഗോപന്മാരും പരമാർത്ഥഗതി അറിയാത്തവരാണ്. പക്ഷേ എൻ്റെ സംബന്ധ നിമിത്തം ഇവർക്കിപ്പോൾ ജനിച്ചിരിക്കുന്ന എൻ്റെ സ്വരൂപ ദർശന താല്പര്യം ഞാൻ സാധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇവരും ഇപ്പോഴും അജ്ഞാനത്തിൽ കഴിയുകയാണ്. പക്ഷേ ഇവർക്കിപ്പോൾ എൻ്റെ സ്വരൂപം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനത് സാധിച്ചു കൊടുക്കേണ്ടതാണ്. ജനോയം ലോകയേതസ്മിൻ അവിദ്യാകാമകർമ്മഭിഃ ഉച്ചാവചാസു ഗതിഷു ന വേദസ്വാം ഗതിം ഭ്രമൻ. ശ്ലോകം 14. ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരിഃ ദർശയാമാസ ലോകം സ്വം
ഗോപാനാം തമസഃ പരം ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികാ ഹരിഃ ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസഃ പരം ഇതി പ്രകാരം മഹാകാരുണികാ ഹരിഃ മഹാകരുണാനിധിയായ ഭഗവാൻ ഹരി സാക്ഷാൽ വിഷ്ണു ഗോപാനാം ഗോപന്മാർക്ക് തമസഃ പരം പ്രാകൃതിക പ്രപഞ്ചത്തിന് അതീതമായ സ്വം ലോകം തൻ്റെ ലോകത്തെ വൈകുണ്ഠത്തെ ദർശയാമാസ കാട്ടിക്കൊടുത്തു. അപ്പോൾ അവർ തൻ്റെ അച്ഛനും ഗോപന്മാരും ആഗ്രഹിച്ചപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ ആ പരമമായ പദം വൈകുണ്ഠ ലോകം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ വൈകുണ്ഠത്തിന് അർഹരല്ലെങ്കിലും അവരുടെ പേരിലുള്ള കാരുണ്യ അതിശയം കൊണ്ട് സുദുർലഭമായിരിക്കുന്ന വൈകുണ്ഠം കാട്ടിക്കൊടുക്കുകയാണ്. ഭഗവാൻ ഭക്തവത്സലനാണ്. ഭക്തന്മാർക്ക് ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അവർക്ക് ആഗ്രഹം വന്നപ്പോൾ ഭഗവാന്റെ വൈകുണ്ഠം തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇത് സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരിഃ ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസഃ പരം. ശ്ലോകം 15. സത്യം ജ്ഞാനമനന്തം യത് ബ്രഹ്മജ്യോതി സനാതനം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിതാഃ. സത്യം ജ്ഞാനമനന്തം യത് ബ്രഹ്മജ്യോതി സനാതനം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായോ സമാഹിതാഃ. ഗുണാപായേ സതി ഗുണങ്ങളുടെ നാശം വന്നിരിക്കും വിഷയത്തിൽ സമാഹിത ബ്രഹ്മത്തിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ മുനികൾ യത് പശ്യന്തി ഏതൊന്നിനെ കാണുന്നുവോ സത്യം നാശമില്ലാത്തതും ജ്ഞാനസ്വരൂപവും അനന്തം ദേശകാല പരിച്ഛേദരഹിതമായും ജ്യോതിഹി സ്വപ്രകാശമായും സനാതനം എന്നും നിലനിൽക്കുന്നതുമായ തത് ബ്രഹ്മ ആ ബ്രഹ്മത്തെ ദർശയാമാസ കാണിച്ചു കൊടുത്തു. അപ്പോൾ മുനികൾ എപ്പോഴും സത്യസ്വരൂപമായ വസ്തുവിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടി യാതൊരു ഭഗവത് സ്വരൂപത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ സ്വരൂപത്തെ ഇപ്പോൾ മുനിമാർ വളരെയധികം പ്രയത്നിച്ചാണ് അഷ്ടാംഗ യോഗമൊക്കെ പരിശീലിച്ച് അവർ ധ്യാനനിഷ്ഠരായി വളരെ കാലത്തെ പരിശ്രമ ഫലമായിട്ടാണ് ആ ഭഗവാന്റെ വൈകുണ്ഠം കാണാൻ ആഗ്രഹിക്കുന്നത്. ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാൻ ഈ ഗോപന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ധ്യാനനിഷ്ഠയോ തപസ്സോ ഒന്നുമില്ല. അപ്പോൾ മുനിമാർ എത്രയോ കാലത്തെ തപനിഷ്ഠയുടെ ഫലമായിട്ടാണ് അവർക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള വൈകുണ്ഠം യാതൊരു തപസ്സും ഒന്നുമില്ലാത്ത ഈ ഗോപന്മാർക്ക് ഭഗവാൻ ഭക്തവാത്സല്യ നിമിത്തം കാണിച്ചു കൊടുക്കുന്നു. സത്യം ജ്ഞാനമനന്തം യത് ബ്രഹ്മ ജ്യോതി സനാതനം. ബ്രഹ്മം എങ്ങനെയാണ്? സത്യവുമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യഥി പശ്യന്തി മുനയോഹോ ഗുണാപായേ സമാഹിതാഃ. അപ്പം അങ്ങനെ നാശമില്ലാത്ത സത്യം എന്ന് വെച്ചാൽ നാശമില്ലാത്തതും ജ്ഞാനസ്വരൂപമായിട്ടുള്ള അനന്തം ആദിയും അന്തവുമില്ലാത്ത സ്വയം പ്രകാശിക്കുന്ന ജ്യോതിസ്വരൂപം ആ സനാതനം എന്നും നിലനിൽക്കുന്ന ആ ബ്രഹ്മത്തെ ഭഗവാൻ ഗോപന്മാർക്ക് കാട്ടിക്കൊടുത്തു. ശ്ലോകം 16. തേ തോ ബ്രഹ്മഹൃതം നീതാ മഗ്നാ കൃഷ്ണേന ചോത്രുധാ ദദർശു ബ്രഹ്മണോ ലോകം തത്രാക്രൂരോ അധ്യഗാത് പുരാ. തേ തു ബ്രഹ്മഹൃതം നീതാ മഗ്നാ കൃഷ്ണേന ചോത്രുധാ ദദർശു ബ്രഹ്മണോ ലോകം തത്ര അക്രൂരോ അധ്യഗാത് പുരാ. തേതു അവരാകട്ടെ കൃഷ്ണനാൽ ബ്രഹ്മഹൃദത്തെക്കുറിച്ച് ഉദ്ധൃതാച്ച മഗ്ന അതിൽ ഹൃദയത്തെക്കുറിച്ച് നീത പ്രാപിക്കപ്പെട്ടവരായി
അതായത് കൃഷ്ണൻ എന്ത് ചെയ്തു? അവരെ ബ്രഹ്മഹൃദത്തിൽ കൊണ്ടുപോയി അതിൽ സ്നാനം ചെയ്യിപ്പിച്ചു. അപ്പോൾ പരമാനന്ദം അവർക്ക് കാട്ടിക്കൊടുക്കുകയാണ്. ബ്രഹ്മഹൃദത്തിൽ കൊണ്ടുപോയി സ്നാനം ചെയ്യിപ്പിച്ചു. അത് എങ്ങനെയാണ്? പണ്ട് അക്രൂരൻ യമുനയിൽ സ്നാനം ചെയ്തപ്പോൾ അക്രൂരന് ഭഗവാൻ ആ വൈകുണ്ഠം കാണിച്ചു കൊടുത്തല്ലോ. അതുപോലെ ഇവരെ എന്ത് ചെയ്തു? ഭഗവാൻ ബ്രഹ്മഹൃദത്തിൽ ആദ്യം മുക്കി. മഗ്ന അതിൽ മുക്കിയവരായി ഉത്രത ഉയർത്തപ്പെട്ടവരായിട്ടും ബ്രഹ്മത്തിൻ്റെ ലോകം ആ കാഴ്ചയെ ദദർശു അവർ കണ്ടു. പുരാ പണ്ട് എത്ര യാതൊരു ഹൃദത്തിൽ അക്രൂരൻ ബ്രഹ്മത്തിൻ്റെ ലോകത്തെ അത്യഗാത് ബ്രഹ്മത്തിൻ്റെ ലോകത്തെ കണ്ടു. അപ്പോൾ അക്രൂരൻ അന്ന് യമുനയിൽ മുങ്ങിയപ്പോൾ ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകത്തെയും ദർശിച്ചല്ലോ. അങ്ങനെയുള്ള അക്രൂരൻ കണ്ടതുപോലെ തന്നെ ഇവർക്കും ഭഗവാൻ എന്ത് ചെയ്തു? ആ ഭഗവാന്റെ യഥാർത്ഥ രൂപവും വൈകുണ്ഠ ലോകത്തെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഗോപന്മാരെ ആദ്യം ബ്രഹ്മഹൃദത്തിൽ കൊണ്ടുപോയി സ്നാനം ചെയ്യിപ്പിച്ച ശേഷം ഗോപന്മാർക്ക് വൈകുണ്ഠ ലോകം കാണിച്ചു കൊടുത്തു. അത് അക്രൂരൻ എങ്ങനെയാണോ യമുനയിൽ മുങ്ങിയപ്പോൾ വൈകുണ്ഠം കണ്ടത് അതുപോലെയാണ്. അപ്പോൾ അത് എന്തിനാണ്? ബ്രഹ്മലോകത്തിൻ്റെയും വൈകുണ്ഠത്തിൻ്റെയും താരതമ്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം ബ്രഹ്മ ആനന്ദത്തെക്കാൾ എത്രയോ വലിയ ആനന്ദമാണ് ആ ഭഗവാനെ ദർശിക്കുന്നത് മൂലം കിട്ടുന്നത്. തേ തു ബ്രഹ്മഹൃദം നീതാ മഗ്ന കൃഷ്ണേന ചോധൃതം ദദൃശു ബ്രഹ്മണോ ലോകം തത്രാക്രൂരോ അത്യഗാത് പുരാ. ശ്ലോകം 17. നന്ദാദയസ്തുതം ദൃഷ്ട്വാ പരമാനന്ദ നിർവൃതാഃ കൃഷ്ണശ്ച തത്ര ചന്ദോഭി സ്തൂയമാനം സുവിസ്മിതാഃ. നന്ദാദയഃ തു തം ദൃഷ്ട്വാ പരമാനന്ദ നിർവൃതാഃ കൃഷ്ണഃ ച തത്ര ചന്ദോഭിഃ സ്തൂയമാനം സുവിസ്മിതാഃ. നന്ദാദയാഃ നന്ദൻ മുതലായവരാകട്ടെ തം ആ ലോകത്തെയും തത്ര അവിടെ ചന്ദോഭിഹി മൂർത്തിമത്തുകളായിരിക്കുന്ന വേദങ്ങളാൽ സ്തുയമാനം സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണം ച കൃഷ്ണനെയും ദൃഷ്ട്വ കണ്ടിട്ട് പരമാനന്ദ നിർവൃത വിസ്മയത്തോടു കൂടിയവരായി ഭവിച്ചു. അപ്പോൾ അവിടെ വൈകുണ്ഠ ലോകത്തെ കണ്ടപ്പോൾ അവിടെ എന്ത് ചെയ്തു? ശരീരത്തെ എടുത്തുകൊണ്ട് വേദങ്ങൾ കൃഷ്ണനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതും അവർ കണ്ടു. അപ്പോൾ തൻ്റെ മകൻ വൈകുണ്ഠത്തിലിരിക്കുന്നു, വേദങ്ങൾ രൂപമെടുത്ത് ആ കൃഷ്ണനെ സ്തുതിക്കുന്നു. ഇത് കണ്ട് ആനന്ദപരവശരായി തീർന്ന് പരമസുഖത്തെ അവർ അടഞ്ഞു. ഉടനെ ഭഗവാൻ അവരെ എന്ത് ചെയ്തു? സമാധിയിൽ നിന്ന് ഉണർത്തി. മുമ്പത്തെ പോലെ തന്നെ ഭഗവാനെ കണ്ടു. അവർ ഏറ്റവും ആശ്ചര്യത്തോടു കൂടിയവരായി ഭവിച്ചു. അപ്പോൾ വൈകുണ്ഠത്തിൽ കണ്ടത് ഈ കൃഷ്ണ സ്വരൂപത്തെ തന്നെയാണ്. കൃഷ്ണസ്തു സ്വയം ഹരിഹി എന്ന നന്ദാദികൾ മുഖേന സകല ഭക്തന്മാരെയും ഭഗവാൻ വ്യാസമുനി ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നന്ദന്മാർ എല്ലാവർക്കും ഈ ദർശനം കിട്ടിയല്ലോ. അപ്പോൾ കൃഷ്ണൻ സ്വയം ഹരി തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ താമസ നിരൂപണ പ്രകൃതിനെ ആഗമനം നാമ 8 സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പോൾ ആ കൃഷ്ണ പാദാംബുജം എന്ന് പറയുന്നത് ആനന്ദദായകം കൃഷ്ണപാദാംബുജം ആകുലനാശനം കൃഷ്ണപാദാംബുജം മോദപ്രദായകം കൃഷ്ണപാദാംബുജം മോഹവിനാശനം കൃഷ്ണപാദാംബുജം. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. നിത്യം നമിക്കുക, നിത്യം ഭജിക്കുക, നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.